എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ അടയിരുന്ന കോഴി. 21 ദിവസം മുട്ട വെച്ചു. നാടൻ മുട്ടയായിരുന്നു വെച്ച്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഞാനിപ്പം ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. നല്ല ഒരു കോഴിയായിരുന്നു. എന്ന് വെച്ചാൽ യാതൊരു ആത്മാർത്ഥതയോടുകൂടി ആ മുട്ട നോക്കുകയും വിരിച്ചെടുക്കുകയും ചെയ്ത കോഴിയാണ്. അതുപോലെ തന്നെ വേറൊരു കോഴിയും കൂടെ ഉണ്ട് എനിക്ക്, രണ്ടാമത്തേത്. ഇത് ഈ കോഴിയാണ്, ചുവപ്പും പുള്ളിയായിട്ടുള്ള കോഴിയാണിത്. അത് അത്ര ആത്മാർത്ഥതയില്ല, എന്നാലും കുഴപ്പമില്ല. മുട്ടയൊക്കെ ഇരിക്കുന്ന കണ്ടോ. ഈ ചൂട് സമയത്തൊക്കെ അടയിരിക്കുന്നത് പാട് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും അതിനെ എഴുന്നേൽപ്പിച്ച് ഫുഡെല്ലാം കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അതിൻ്റെ അപ്പിയൊക്കെ ഇട്ട് നല്ല തൃപ്തിയായിട്ട് അതിനെ ഇരുത്തുമായിരുന്നു. ഈ കോഴിയാണെങ്കിൽ നോക്ക്, നല്ല ഫുൾ അതിൻ്റെ ചിറക് മുഴുവൻ ഇട്ട് മൂടി നല്ല ഇതായിട്ടിരിക്കുമായിരുന്നു. കണ്ടോ, മുട്ടകളിരിക്കുന്ന കണ്ടോ, നല്ല ഭംഗിയായിട്ട്. ഇരുന്നു ചൂട് കൊടുക്ക് ഇടയ്ക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ഈ കരിങ്കോഴിയുടെ മുട്ടയും നമുക്ക് ഇതുപോലെ കരിങ്കോഴി അടയിരിക്കുകയില്ലെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഇരുത്തി നോക്കിയാൽ ഇരിക്കുമോ എന്തോ അറിയില്ല. ചിലപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ 1-2 ദിവസം അത് ഇരിക്കാൻ മടി കാണിക്കും. അത് കഴിയുമ്പോൾ ഇരിക്കും. ഇനി അടുത്തത് അതാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോണത്. എന്തായാലും ഇവർ ഭംഗിയായിട്ട് അവരുടെ ജോലികൾ ചെയ്തു. ഞാൻ നാടൻ മുട്ടയാണ് ഇപ്രാവശ്യം വെച്ചത്. അതിൻ്റെ കൂടെ അത് 13 മുട്ടയുണ്ടായിരുന്നു. അത് വിരിഞ്ഞു കഴിഞ്ഞപ്പം വേറെ ഒരു കോഴിയുടെ അട വെച്ചെടുത്ത് അതത്ര റെഡിയായിട്ടല്ല ഇരുന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആ മുട്ടയെടുത്ത് ഇവൾക്ക് വെച്ച് കൊടുത്ത് അങ്ങനെ അതിൽ നിന്നൊരു 10 മുട്ടയോളം വിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 22 മുട്ട എനിക്കിപ്പം ഈ കോഴി തന്നെ വിരിച്ചു തന്നിട്ടുണ്ട്. മറ്റേ കോഴി ചുമന്ന കോഴി അത് അതിൻ്റെ മുട്ട വിരിഞ്ഞിട്ടില്ല ഇതുവരെ, അത് ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കാണിച്ച കോഴികളെല്ലാം ഇവക്ക് വെച്ച് വിരിയിച്ചതാണ്. നല്ല ഒരു കോഴിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അതിനെ ഒരു ഡാർക്ക് പ്ലേസിലൊക്കെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഇച്ചിരി വെട്ടം ഇത് ചെയ്തത്. ഇച്ചിരി ഡാർക്ക് പ്ലേസിലും ആരുമില്ലാത്തൊരു ഇടത്ത് വേണം അതിനെ ഇടാൻ. അധികം ഡിസ്റ്റർബ് ചെയ്യാതെ അവർക്ക് അവരുടെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കി നല്ല ക്ലീനായിട്ടാണോ ഇരിക്കുന്നതെന്ന് ഓരോ ദിവസവും നോക്കിയാൽ മതി. രാവിലെ ഒന്ന് എഴുന്നേൽപ്പിച്ച് പയ്യെ ഒന്ന്, ചിലരങ്ങ് ഇരുന്ന് കളയും, കഴിക്കത്തില്ല. അപ്പം നമ്മൾ ആ കോഴീനെ ഒന്ന് പൊക്കിയൊക്കെ നോക്കി എല്ലാം ശരിക്കാണോ ഇരിക്കുന്നത്. ചില മുട്ടകൾ അങ്ങനെ തന്നെ ഇരുന്ന് കുഞ്ഞതിൻ്റെ അകത്തിരുന്ന് ചാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുട്ടയൊക്കെ ഒന്ന് എടുത്ത് നോക്കണം, അത് പൊട്ടിയതാണോ, കരയുന്നുണ്ടോ. അപ്പം ഇന്നലെ ആണെങ്കിൽ ഒരു കുഞ്ഞ് അതിനകത്തിരുന്ന് കരയുന്നുണ്ടായിരുന്നു. രാവിലെ ഞാൻ വൈകിട്ട് വന്നപ്പോഴും അത് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പയ്യെ ആ മുട്ടത്തോടൊന്ന് 2 സൈഡിൽ നിന്നും അങ്ങ് അമക്കി കൊടുത്തു. അപ്പോൾ അത് 2ആയിട്ട് വിടർന്നു വന്ന് പെട്ടെന്ന് കുഞ്ഞ് വെളിയിലോട്ട് വരികയും ചെയ്തു. ചിലപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നത് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് എപ്പോഴും നമ്മളുടെ നോട്ടം വേണം. പ്രത്യേകിച്ച് മനുഷ്യർക്ക് ഈ ചൂട് സഹിക്കുന്നില്ല. ഇവർ ടെറസിലാണ്. അതുകൊണ്ട് പിന്നെ ചൂടില്ലാതില്ല, ചൂടുണ്ട്. എന്നാലും നമ്മളെല്ലാം ഒന്ന് അതിന് വെട്ടവും വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ടോ, കാറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം.
കണ്ടോ നല്ല ഒരു ഇവനെ മിടുക്കി. കണ്ടോ എൻ്റെ കോഴിയെ കണ്ടോ? അവൾ അടങ്ങിയിരിക്കുന്നതുണ്ടോ? എന്ത് മുട്ടയെല്ലാം ഉള്ളിൽ വെച്ച് നല്ല മെടുമെടുക്കിയായിട്ടിരിക്കുന്നു. അപ്പം എൻ്റെ ഉദ്ദേശം ഇവർക്കിനിയും ഇനിയും 2 മാസം കൂടെ കഴിഞ്ഞിട്ടൊക്കെ അവർ ഇതുപോലെ ഇരിക്കത്തുള്ളൂ. അപ്പം ഞാനോർത്ത് അടുത്തത് വയ്ക്കുമ്പോൾ കരിങ്കോഴിയുടെ മുട്ട വയ്ക്കുക. അപ്പം നന്നായിട്ടിരിക്കുന്നവരെ എത്തിച്ചു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് അത് വിരിയിച്ച് നമുക്ക് തരും. ഇപ്പം 10-20 ഉണ്ട്. അപ്പോൾ അതെല്ലാം വലുതായി ഇനി വരണം. ഇത് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വെയിലുള്ളതുകൊണ്ട് പുറത്തെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ടെറസിൽ വന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ BSF ലാർവ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത എൻ്റെ വീഡിയോ അതായിരിക്കും. അവർക്ക് ചാക്കുതീറ്റ കൊടുക്കും. ചാക്കുതീറ്റ ഒരു പ്രാവശ്യമെങ്കിലും മുട്ടയിടണമെങ്കിൽ കൊടുത്തേ പറ്റൂ, അല്ലാതെ അവർ മുട്ടയിടത്തില്ല. തവിടും കൊടുക്കും. പിന്നെ പറമ്പിലെ പച്ചപ്പുല്ലുകളെല്ലാമാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ചീരയില, കുഴപ്പൻ ചീരയില, തുളസിയില കൊടുക്കും. പിന്നെ കീഴാർനെല്ലി കൊടുക്കും. പിന്നെ ആടലോടകം. അങ്ങനെ അസുഖം വരാതിരിക്കാനുള്ള എല്ലാ ഇലകളും കൊടുക്കും. പപ്പയ്ക്കയുടെ ഇല കൊടുക്കും. പിന്നെ ചീരയില ചുവപ്പും പച്ചയും കൊടുക്കും. ചേമ്പിൻ്റെ ഇല കൊടുക്കും. എല്ലാം വെട്ടി അരിഞ്ഞ് ആഹാരത്തിൽ ഇട്ടാണ് കൊടുക്കുന്നത്. അതിനകത്ത് മുട്ടത്തോട് പൊടിച്ച് ഇട്ട് കൊടുക്കും കാൽസ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇച്ചിരി മഞ്ഞളിടും. അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ടാണ് അവരെ ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അസുഖങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഇങ്ങനെ പോകുന്നു. ഒന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നുവെച്ചാൽ ഇത്രയും ചൂട് കാലത്ത് മനുഷ്യന് സഹിക്കാൻ വയ്യാത്ത ചൂട് ഇവരെങ്ങനെ സഹിക്കുന്നത്? അതുകൊണ്ട് കറക്റ്റായിട്ട് വെള്ളമൊക്കെ പാത്രമൊക്കെ കഴുകി വൃത്തിയായിട്ട് ഏത് നേരവും വെള്ളമൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സംസാരിക്കടാ. എന്തുവാ? എന്ത് പറ്റി? എന്ത് പറ്റി? എന്ത് പറ്റി? ചൂടെടുത്തു. അയ്യോ, മുട്ടയൊക്കെ അങ്ങ് അകത്തോട്ട് വെച്ചോ. ഓക്കെ, ഇരുന്നോ. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം. പിന്നെ പുതിയ വീഡിയോസുമായി ഞാൻ വരുന്നതാണ്. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി മുതൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഓരോ വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.